നമസ്കാരം. ഏഷ്യാനെറ്റ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം വാസഗ്രഹത്തിലെ നെഗറ്റീവ് എനർജിയെ എങ്ങനെ പോസിറ്റീവ് എനർജി ആക്കാം. നെഗറ്റീവ് എനർജി പല വിധത്തിൽ വരാം. വീടും പരിസരമൊക്കെ വൃത്തിയാക്കാതെ കിടന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് വരാം. വേണ്ട വിധം പ്രാർത്ഥനകൾ ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ, വേണ്ട വിധം ആചരണങ്ങൾ ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് വരാം. പൊട്ടിയ വസ്തുക്കൾ വീട്ടിൽ സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് വരാം. ഒരാവശ്യമില്ലാതെ ഉപയോഗശൂന്യമായിട്ടുള്ള വസ്തുക്കൾ, ഒരു ഉപയോഗമില്ലാത്ത സാധനങ്ങൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് വരാം. ശത്രുകൃതമായിട്ട് എന്തെങ്കിലും ദോഷങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് വരാം. അതുപോലെ ഈ ഭൂമിയിൽ എന്തെങ്കിലുമൊക്കെ ദുർമരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അവരെയൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ട്, അങ്ങനെയുള്ള വിഷയങ്ങളുണ്ട്, അതുകൊണ്ട് വരാം. അങ്ങനെ പല രീതിയിൽ ഒരു വീട് സംബന്ധമായിട്ട് നെഗറ്റീവ് എനർജികൾ വരാം. പോസിറ്റീവ് വരാൻ ഇച്ചിരി പ്രയാസമാണ്. നെഗറ്റീവ് വരാൻ പെട്ടെന്നാണ്, ഒന്നും വേണ്ട, തൂക്കാതെ മാരാനും കിടന്നാൽ മതി. ജ്യേഷ്ഠാഭഗവതി നെഗറ്റീവ് എനർജി ആയി അവിടെ കുറച്ച് നാളെ അടച്ചിട്ട് ഒരു വീട്ടിലോട്ട് നമ്മൾ ചെന്ന് പോയിക്ക്, നമുക്ക് ഭയങ്കര അസ്വസ്ഥത തോന്നത്തില്ലേ എന്ന്. അതൊക്കെ അതിൻ്റെ സൂചനകളാണ്, നെഗറ്റീവിൻ്റെ സൂചനകളാണ്. അപ്പം നമുക്ക് ആ നെഗറ്റീവ് എനർജി എന്ത് തന്നെ ആയാലും നമ്മൾ ആദ്യം അതിനെ കണ്ടെത്തുക. ചിലപ്പം മാറാലുകളാവാം, ചിലപ്പം ഈ വസ്തു വീടുമൊക്കെ ഉദ്ദേശിച്ച ആരെങ്കിലും എന്തെങ്കിലും ദോഷം ചെയ്തിട്ടുണ്ടായിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും ദോഷങ്ങൾ അടച്ചിട്ട വീടുകളിലായാലും ഭൂമികളിലായാലും ഉപയോഗശൂന്യമായ ഭൂമികളിലായാലും എന്തെങ്കിലുമൊക്കെ ഭൂതപ്രേത പിശാചുക്കളുടെയൊക്കെ ഒരു സാന്നിധ്യം വന്നിട്ടുണ്ടായിരിക്കാം. അപ്പം അങ്ങനെ പല വിഷയങ്ങൾ കൊണ്ട് നെഗറ്റീവ് എനർജി വരാം. നെഗറ്റീവ് എനർജി വന്നു കഴിഞ്ഞാൽ എന്തുവാ, നമ്മൾ വിചാരിക്കുമൊന്നും നടക്കത്തില്ല, എന്തിനും തടസ്സമായിരിക്കും. തടസ്സമല്ലാതെ ഒന്നും ബാക്കി കാണത്തില്ല. എന്തോ വന്നാലും എന്തുവാ, കൈ നിൽക്കത്തില്ല. സന്താനങ്ങൾക്ക് രോഗം, ഒരാൾക്ക് അസുഖം, മറ്റേ ആൾക്ക് അസുഖം, അടുത്ത ആൾക്ക് അസുഖം, എല്ലാം കിട്ടുന്നതല്ല ആശുപത്രി കളയാനേ കാണത്തുള്ളൂ. ഒന്നിനും പോകണം തോന്നത്തില്ല, ഒന്നും ചെയ്യണം തോന്നത്തില്ല. ജീവിതം വരെ വെറുത്ത അല്ലെ മടുത്തുപോയ അവസ്ഥയായിരിക്കും. അപ്പം അങ്ങനെ ഭൂമി സംബന്ധമായിട്ട് എന്ത് നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിലും നമുക്ക് ചിന്തിച്ച് ആ നെഗറ്റീവ് എനർജി ആവാഹിച്ച് മാറ്റി പോസിറ്റീവ് എനർജി ആക്കി എടുക്കാം. ഇനി സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന 3-4 കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഒന്നാമത്, ഒരുപാട് നാൾ അടച്ചിട്ട അല്ലെങ്കിൽ ഒരുപാട് നാൾ ഉപയോഗശൂന്യമായിട്ട് കിടന്ന വീടൊക്കെയാണ് നമ്മൾ കയറുന്നതിന് മുമ്പായിട്ട് വേറെ ആരെങ്കിലും വിളിച്ച് ഇവിടെ മൊത്തം വൃത്തിയാക്കിച്ചതിന് ശേഷം ആദ്യം പുണ്യാഹവെള്ളം എല്ലായിടത്തും കുടയുക. അതിനുശേഷം ഉപ്പിട്ട വെള്ളം, ഉപ്പും കുരുമുളകും ഇട്ട വെള്ളം എല്ലായിടത്തും കുടയുക. കിണറൊക്കെ ശുദ്ധീകരിക്കുക, കിണറ്റിലും കുറച്ച് പുണ്യാഹവും ഒക്കെ ഒഴിക്കുക. അതിനുശേഷം പഞ്ചഗവ്യം ക്ഷേത്രത്തിൽ നിന്ന് ഉണ്ടാക്കി വാങ്ങിച്ചിട്ടുണ്ട്, അതെല്ലായിടത്തും തളിക്കാം. തളിച്ചതിന് ശേഷം നല്ലൊരു വിളക്കും നല്ലൊരു എന്തെങ്കിലും രക്ഷായന്ത്രങ്ങളും ഇവിടെ പൂജിച്ച് അവിടെ വെക്കാം. വിളക്ക് കത്തിരും. പിന്നെ സ്ഥിരമായിട്ട് ആരും താമസിക്കുന്നില്ലെങ്കിൽ ഒരു ചന്ദ്രയെങ്കിലും ഒരു ദിവസം വന്ന് കത്തിച്ചു വെക്കണം. തൂത്തുവാരി ആഴ്ച ഒരു ദിവസമെങ്കിലും ഇടണം. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് പോസിറ്റീവ് ആക്കി മാറ്റാൻ പറ്റും. പിന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്, ആ വീടിൻ്റെ നടുക്കലത്തെ റൂമിൽ നമുക്ക് അവിടെ വരുന്നില്ല എന്നൊരിക്കൽ, നമ്മൾ ആ താമസമില്ലാത്ത വീടാണെങ്കിൽ സ്വസ്തിക് വരച്ചിടുക. സ്വസ്തിക് അറിയാൻ വയ്യാത്ത ആരും കാണത്തില്ല. ഒന്നുകിൽ ഓമോ സ്വസ്തികോ അവിടെ സ്ഥിരമായി പെർമനൻ്റ് ആയിട്ടവിടെ വരച്ചങ്ങ് ഇട്ടേക്കുക. അതൊരു ഈശ്വരമായ ചൈതന്യത്തെ വർദ്ധിപ്പിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അത് പറ്റുന്നില്ല എന്ന രീതിയിൽ മുറ്റത്തായാലും മതി, ഒരു കോലം വരച്ചിടാം. അല്ലെങ്കിൽ മുറ്റത്തൊരു തുളസിത്തറ കെട്ടി തുളസി വെക്കുക, അതിന് വല്ലപ്പോഴും ഒക്കെ ഒന്ന് വെള്ളം ഒഴിക്കുക. തുളസി നിൽക്കുന്ന തുളസിയുടെ അപ്പുറത്ത് വരെ നെഗറ്റീവ് എനർജി വരും. തുളസിത്തറയുണ്ട്, തുളസിയുടെ ഇപ്പുറത്തോട്ട് നെഗറ്റീവ് എനർജി വരത്തില്ലെന്നാണ് പറയുന്നത്. പിന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്, വീടിൻ്റെ 4 മൂലയ്ക്ക് നടവാതിക്കലും സ്ഥലരക്ഷ സ്ഥാപിക്കുക. അത് ഒന്നേ കുഴിച്ചിടുവോ അല്ലെങ്കിൽ വീട് കെട്ടി തൂക്കുകയോ ഒക്കെ ചെയ്യാം. പിന്നെ ഈ ഓരോ രൂപങ്ങൾ, അത് തമിഴ്നാടിൻ്റെ വിശ്വാസം അനുസരിച്ച് ദൃഷ്ടിദോഷമൊക്കെ വരാതിരിക്കാനുള്ള കോലങ്ങളും ഒക്കെ വെക്കാം. പിന്നെ കുമ്പളങ്ങയിൽ നാക്കും മൂക്കും കണ്ണും വായും ഒക്കെ വരച്ചിട്ട് അത് തൂക്കിയിടാം. കുമ്പളങ്ങ പൂജിച്ച് തൂക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. അതുപോലെ പച്ചക്കർപ്പൂരം, ഇന്ദുപ്പ്, കുരുമുളക്, വറമുളക്, ചെറുനാരങ്ങായ, ചെറിയ നെയ്ക്കുമ്പളങ്ങായ, ഇങ്ങനെയുള്ള വസ്തുക്കളെല്ലാം കൂടെ മഞ്ഞപ്പട്ടിനകത്ത് കിഴികെട്ടി അത് തൂക്കിയിടാം, വീടിൻ്റെ ഫ്രണ്ടിൽ തൂക്കിയിടാം. ഇതൊക്കെ നമുക്ക് നെഗറ്റീവ് എനർജിയെ പോസിറ്റീവ് ആക്കി മാറ്റാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്, ഒരു കൂവളക്കായ എടുത്ത് കൂവളക്കായ നിറച്ച് അതിലെ തുളച്ചിട്ട് അതിനകത്തുള്ള അവസ്ഥകളെല്ലാം കളഞ്ഞ് ഇതിനകത്ത് നിറച്ച് ശിവനാടിയ ഭസ്മം നിറച്ച് നീലപ്പട്ടോ കറുത്ത പട്ടോ കൊണ്ടോ അത് ചുറ്റി വൃത്തിയായിട്ട് പ്ലാസ്റ്റിക് പാത്രത്തിനകത്താക്കി, ചെറിയ പാത്രം മതി, ആ വീടിൻ്റെ 4 അതിരിലായിട്ട് അല്ലെ വസ്തുവിൻ്റെ 4 അതിരിലായിട്ട് അത് കുഴിച്ചിടാം. ഇതൊക്കെ നമുക്ക് നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ചെറിയ ചെറിയ പരിഹാരങ്ങളാണ്. ഇതൊക്കെ ചെയ്തതിന് മുമ്പായിട്ട് അതികഠിനമായ ദോഷമുണ്ട്, മാറ്റിയതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാവൂ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നമുക്ക് ആ നെഗറ്റീവ് എല്ലാം നമ്മളിൽ നിന്ന് വിട്ടും നമ്മുടെ ഭൂമി വിട്ടും പോകുന്നതാണ്. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.